അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പൂനെയിലാണ് കേട്ടോ. പൂനെയിലത്തെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് ലൊക്കേഷനുകളൊന്നായിട്ടുള്ള സിനഗഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് സിനഗഡിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടയുണ്ട്, ആ ഒരു കോട്ടയിലേക്കാണ് കേട്ടോ. വളരെ പഴക്കമുള്ളൊരു കോട്ടയാണ്. അതുമാത്രമല്ല, മറാത്ത രാജവംശത്തിൻ്റെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു കോട്ടയും കൂടിയാണ്. അപ്പോൾ ആ ഒരു കോട്ടയിലേക്കുള്ള ഒരു ചെറിയ ട്രെക്കിങ്ങും അതുപോലെ തന്നെ ആ ഒരു കോട്ടയിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെയാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. കാരണം ലോങ് ട്രിപ്പിലാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. ഏർലി മോർണിംഗ് ഇറങ്ങിയത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോടയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കോടയും വൈബും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ റൈഡ്. ഇപ്പോൾ നമുക്ക് ആ സിനഗഡ് കോട്ടയുടെ താഴെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ സിനഗഡ് ഫോർട്ടിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയ എത്തിട്ടോ. സമയം 9 മണി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുന്നൊരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചെക്ക് പോസ്റ്റിൽ പേ ചെയ്യണോ ചെയ്യേണ്ടത് എനിക്ക് അറിയാൻ പാടില്ല, എന്നോടൊന്നും ചോദിച്ചില്ല. പക്ഷേ ഞാൻ റിവ്യൂസിലേക്ക് കണ്ടേക്കുന്ന 50 രൂപ 2 വീലറിന് വാങ്ങിക്കുന്നതാണ്. ഇതേ മുത്തിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ വീക്കെൻഡുകളിലൊക്കെ ഇത് മൊത്തം ഫുള്ളായിരിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാലും നമുക്ക് മുകളിലേക്ക് കയറാം. ഇതുപോലെ പോകുന്ന വഴിയിൽ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ടാവട്ടെ, എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വേണമെങ്കിൽ. നമുക്ക് നമ്മൾ കുറച്ച് കയറിയപ്പോൾ തന്നെ ആ ഒരു കോട്ടവാതിലേക്ക് എത്തിയിട്ടോ. പൂനെ ദർവാജ, ഇതാണ് ആ ഒരു പൂനെ ദർവാജ. കൊത്തേക്കാം. സൈഡിൽ നിന്നുള്ളൊരു വ്യൂ നോക്കിക്കേ. ഒരു ജാഥക്കുള്ള പോലെ കുറേ സ്കൂൾ പിള്ളേർ ഇളകി വരുന്നുണ്ട്. ഇത് 2ാമത്തെ പൂനെ ദർവാജ. ഇവിടെ നിന്നുള്ള വ്യൂ ഒക്കെ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല, നല്ല അപാര വ്യൂ ആണ്. കണ്ടോ, കഴുതകൾ ഇറങ്ങി വരുന്നുണ്ടോ. ഇവരുടെ പുറത്ത് ഒരുപാട് ലോഡായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് ഇടിച്ചു മുട്ടിയാ പോണത്. അതെ, നമ്മളെവിടെ എത്തിയിട്ടുണ്ട്. തൊഫ്ഖാന, അതുപോലെ ദാരു കൊച്ചാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ടത്. ഇത്ര വർഷം പഴക്കമുണ്ടാവില്ലേ ഇതിനൊക്കെ. ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ് ഇതിനുള്ളിൽ നിൽക്കുമ്പോൾ. മുകളിലേക്ക് പോവാം. ഇവിടെ എഴുതിയേക്കുന്നുണ്ടോ, നോയ്സ് മേ പ്രൊവോക്ക് ഹോർണറ്റ് അറ്റാക്സ്. ഒച്ചയിട്ട് എത്തിക്കഴിഞ്ഞാൽ ഹോർണറ്റിൻ്റെ അറ്റാക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ഈ വഴി കയറി മുകളിലേക്ക് പോകാം. എന്താ, ഈ ഒരു ക്ലൈംബ് കയറി കഴിഞ്ഞാൽ മുകളിലെത്തും. നമുക്കിങ്ങനെയും കയറിയാലോ. കണ്ടിട്ടൊരു മെനകെട്ട വഴിയാണ്, എന്നാലും വെറുതെ കയറി നോക്കാം. ഓ മൈ ഗോഡ്, അടിപൊളി വ്യൂ. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കാണാൻ പറ്റും. അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഓർത്തത് നല്ല പണിയായിരിക്കുന്നു. മഴയത്തൊക്കെ ക്ലൈംബ് പ്രശ്നമായിരിക്കും. കയറ്റം കുറച്ച് കുത്തനെ. ഓ, ഇവിടെ ഒരു പീരങ്ക് ഉണ്ട് സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നോ, പൊള്ളി സാധനം. ഇടുന്നൊരു വ്യൂ നോക്കിക്കേ. അമ്മച്ചേ, അയ്യവ മിസ്. നമ്മൾ ആ വഴി കയറുമ്പം കയറി ചെല്ലുന്ന അങ്ങോട്ടേക്കാണ് കേട്ടോ. ഇത് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ആണ്. വന്ന സ്കൂൾ പിള്ളേരെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് നമ്മൾക്ക് അവിടെ ആയിരിക്കും ഫുഡൊക്കെ. നമുക്ക് മുകളിലേക്ക് പോകേണ്ടത് ഈ വഴിയാണ്. ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. രാജാറാം മഹാരാജ് സ്മാരക കാണുന്നു. ഇപ്പോൾ ഇതാണ് ഛത്രപതി രാജാറാം മഹാരാജിൻ്റെ സമാധി. കുരങ്ങന്മാരൊക്കെ സിംഹവാലം കുരങ്ങനുണ്ടോ. ഇത്തിരി വലിപ്പമാണ് നോക്കിക്കുന്നുണ്ട്. വാലിൻ്റെ വലിപ്പം നോക്കിക്കേ. സ്പ്രിങ് വെച്ചേക്കുന്നു, നല്ല ചാടുന്ന്. ഇതൊരു ക്ലിഫാണ് കേട്ടോ. തനാജി ക്ലിഫ് എന്നാണ് ഗൂഗിൾ മാപ്പിൽ കൊടുത്തേക്കുന്നത്. എന്തൊരു ഡെപ്താണ് നോക്കിക്കേ, രക്ഷയില്ലാത്ത ഡെപ്താണ്. അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു, വിൻഡ് പോയിന്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നോക്കുന്ന അത്യാവശ്യം നമുക്കൊരു വില്ലേജ് ഏരിയ ഒക്കെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ ആ കാണുന്ന ഗ്രീൻ ബിൽഡിങ് MTDCയുടെ സ്റ്റേ ഓപ്ഷനാണ് കേട്ടോ. ഇവിടെ ഒരു ബോർഡ് വെച്ചേക്ക് നോക്കിക്കേ, കില്ലേ സിനഗഡ് കലാവന്തിനി ബുർജ്. ഇവിടെ ഒരു കുളമുണ്ട്, ചെറിയൊരു കുളമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കണക്റ്റഡാണ്. നമ്മളിങ്ങനെ ആ വഴി ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അറ്റം വരെ പോയി ഇങ്ങനെ കറങ്ങിയിട്ട് ഈ വഴി ഇങ്ങനെ വന്ന് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വന്ന് കയറും. ആ രീതിയിലാണ് ഈ ഒരു വഴിയുള്ളത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റും പിന്നെ കുക്കീസും. ഇതായിരിക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും. മിക്കവാറും തന്നെ ആയിരിക്കും ഇന്നത്തെ എൻ്റെ ലഞ്ചും. ഞാനിവിടെ തണൽ കണ്ടൊരു സ്ഥലത്ത് കയറിയിരുന്നതാണ്. നമ്മുടെ സിനഗഡിൻ്റെ അവിടുത്തെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച കേക്കാണ്. 5 രൂപ എന്ന് തോന്നുന്നു ഒരു പീസിന്. നല്ല കാറ്റ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ അവിടെ കുറേ നേരമായിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ചുമ്മാ റെസ്റ്റൊക്കെ എടുത്തിരിക്കുകയായിരുന്നു. നമുക്ക് ഇങ്ങോട്ടേക്ക് നടക്കാനുള്ള വഴിയുണ്ട്. നമ്മുടെ അറ്റത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ ഒരു ഫോർട്ടിൻ്റെ അറ്റം വരുന്നൊരു പോയിന്റ് അത് കണ്ടോ.
ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോകണമെന്ന് എനിക്ക് തോന്നുന്നു. ഗുയിസ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിക്കേ, എൻ്റെ പിന്നെ ദൂരം ഡെപ്താ നോക്കിക്കേ. വാവ്, അടിപൊളി. സൂര്യൻ നല്ല ഹൈ വോൾട്ടേജിൽ കത്തി നിൽക്കുകയാണ്. ഇവരൊക്കെ അവിടുന്ന് ട്രക്ക് ചെയ്ത് കയറിപ്പോവാണ്. ഞാൻ ഷൂ ഒന്നും ഇട്ടിട്ടില്ല, ചെരുപ്പിട്ട് ഇറങ്ങിയത്. ചെരുപ്പാണെങ്കിൽ എൻ്റെ അടിഭാഗമൊക്കെ ഫുള്ള് തേഞ്ഞിരിക്കുകയാണ്, പിന്നെ അങ്ങ് പോകും. ശരിക്കും അതാണ് ആ ഒരു പ്രോപ്പർ റൂട്ട് കേട്ടോ. ശരിക്കും നല്ല നടപ്പാത ഉണ്ട് അവിടെ. ഞാൻ ഒരു ഷോർട്ട് കട്ട് എടുത്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഈ വഴി കയറേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് എത്തി നിന്നുമില്ല. നമ്മൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട രണ്ടുപേരാണ് കേട്ടോ. ഹായ് ബ്രോ, ഇപ്പം നാം കെ അജയ് ഫ്രം പുനെ. ഗണേഷ് ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അവർ സിനഗഡ് ഫോർട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. നമ്മളിത് ഇറങ്ങി വന്നത് അവിടെ നിന്നാണ്. ഓക്കെ, ബൈ ടീക്കെ, ബൈ. ഗുയിസപ്പത് ഇവിടെ നമ്മൾ നോക്കുമ്പം ആ ദൂരെ കാണുന്ന ഡാമിനെ പവന ഡാം എന്നുണ്ട് പറയുന്നത്. നമ്മളുടെ ആ ഒരു കടക്കോസ്റ്റൽ ഡാമൊക്കെ ഇരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ എന്താണ് വരുന്നത്. ഇവിടെ ഒരു ഡാമുണ്ട്. പിന്നെ ഈ കാണുന്നതൊക്കെ വില്ലേജുകളാണ്. ആ ഒരു താഴെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണുന്ന വില്ലേജുകളാണ്. ഇവിടെയൊക്കെ മറ്റേ ഈ പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ലെപ്പേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വില്ലേജിലുള്ള ആൾക്കാർ പോലും നൈറ്റൊക്കെ പുറത്തിറങ്ങുന്നതൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത്. ഇവിടെ ഈ ഒരു ഫോർട്ടിന് മുകളിലും രാത്രി നമുക്ക് സ്റ്റേ ചെയ്യാനോ നിൽക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇവിടെയൊക്കെ ഈ ഒരു ലെപ്പേർഡിൻ്റെ ഇതുള്ളതാണ്. പക്ഷെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നൈസാണ് കേട്ടോ. ഇതിങ്ങനെ നമുക്ക് നടന്ന് ആ ഒരു അറ്റം വരെ പോകാമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മുകളിൽ കൂടെ ഒക്കെ വഴിയുണ്ട്, അവരൊക്കെ മുകളിൽ കൂടെ എടുക്കുന്നുണ്ട്. നമുക്ക് ഈ വഴി ഇങ്ങനെ നടന്നു നോക്കാം. ഇപ്പോൾ നല്ല വെയിലായി വരുന്നുണ്ട്. സമയം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. വ്യൂ പോയിൻ്റ് നോക്കിക്കേ, എൻ്റെ പൊന്നെ എന്താണല്ലേ. താഴേക്കുള്ള ഡെപ്ത് നോക്കിക്കേ, എന്തൊരു ഡെപ്താന്ന് നോക്കിക്കേ. കുറേ ഭാഗങ്ങളിലൊന്നും സൈഡ് വരികളൊന്നും ഇല്ല. സൂക്ഷിച്ചിടയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ ഒരു ഭാഗത്തൊക്കെ എന്ത് റിസ്ക് ആണെന്ന് നോക്കിക്കേ ഗുയിസ്. അങ്ങനെ നമ്മൾ നടന്ന് ഈ ഒരു ഫോർട്ടിൻ്റെ ഈ ഒരു അറ്റത്തെ ഏറ്റവും എൻഡിങ് പോയിൻ്റ് ആയിട്ടുള്ള സ്ഥലത്തെത്തിയിട്ട്, ഇതിനെ സുഞ്ചാർ ബുറുജ് എന്നാണ് പറയുന്നത്. ഇതാണ് ആ ഒരു സ്ഥലം. ഇതൊക്കെ വ്യൂ ഒക്കെ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല. താഴെയൊക്കെ പശുക്കളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ പൊന്നെ നൈസ്. ഗുയിസ് ഇവിടെങ്ങും ആരെയും കാണാനൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങ് ഒറ്റയ്ക്ക് കിടക്കുകയാണ്. നമ്മൾ ആദ്യം നിന്നിരുന്നത് അവിടെയാണ്. പിന്നെ നമ്മൾ നടന്നിട്ട് ആറ്റം പോയി തിരിച്ച് ഏതോ ഒരു കാട്ടിക്കൂടെ കിടക്കുക. ഞാൻ ആൾക്കാർ നടന്നേക്കുന്നതിൻ്റെ ആയിരിക്കുമല്ലോ ഈ വഴി തെളിഞ്ഞുള്ളത്. അത് ഫോളോ ചെയ്തിട്ട് അങ്ങ് പോവുകയാണ്. പിന്നെ മാപ്പിൽ കാണിച്ചേക്കുന്ന ട്രക്കിംഗ് ട്രെയിലും ഈ ഒരു റൂട്ട് തന്നെയാണ്. എന്തായാലും പാൻറ്റിട്ട് നന്നായിട്ടോ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ മുൾച്ചെടികളുണ്ട്. ഒരഞ്ഞെറിഞ്ഞ് കാല് കുറേ മുറിഞ്ഞേനെ. ഇതൊക്കെ പാമ്പോലുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടുന്ന് 2 കിലോമീറ്ററോളം ഉണ്ട് നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു സ്ഥലം വരെ അടക്കാനായിട്ട്. ആ ഒരു പോയിന്റിലേക്കൊക്കെ പോകാനുള്ള വഴിയുണ്ട്. അവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ട് ഈ വഴിയാണ് ആ ഒരു കല്യാൺ ദർവാജയൊക്കെ ഉള്ളത്. പക്ഷെ അവരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണല്ലോ. എന്താ ഇവിടുന്ന് താഴേക്ക് പോകുമ്പോഴാണ് ആ ഒരു കല്യാൺ ദർവാജ ഉള്ളത് കേട്ടോ. ഇതാണ് ആ ഒരു കല്യാൺ ദർവാജ കേട്ടോ. ഇത് ആ കാണുന്ന ആ ഒരു ഡോർ ഓൾറെഡി അവർ എന്തോ മെയിൻ്റനൻസ് വർക്കുകൾ എടുക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ബ്ലോക്ക് ചെയ്തേക്കായിരുന്നു ഓൾറെഡി. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് അത് നമുക്കേ തിരിച്ചിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ ആ ദൂരെ കാണുന്നത്. നടക്കാം. ഇവിടെ ഒരു ഹനുമാൻ ടെമ്പിൾ ഉണ്ട് കേട്ടോ. ഹനുമാൻ്റെ അമ്പലം. സമർത്ഥ സ്ഥാപിത മാരുതി. ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒരുപാട് കടകൾ. ആൾക്കാരിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ മണം നമുക്ക് അടിക്കാനുണ്ട്. എനിക്ക് ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് സൈഡ് അപ്പുറമാണ് കേട്ടോ. ഗുയിസ് ആ മേഘങ്ങൾ നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. നല്ല നല്ല ഷേപ്പിൽ. ഇവിടെ ഒരു ദൂരദർശൻ്റെ എന്തോ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ആ ഒരു ടവറായിരിക്കും. മുള്ളുള്ള ചെടിയാണ്. കണ്ട് ഇവിടെ ഒരു ടവറും അതിനെന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെയാണോ നടക്കേണ്ടത്? ഇതിപ്പോൾ ആരെയും കണ്ടിട്ട് ആൾക്കാരൊന്നും ഇല്ലല്ലോ ഈ വഴി. ഞാൻ വഴി തെറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. ആ വഴി പോകാൻ പറ്റും, പക്ഷേ ഇത്തിരി കാട് പിടിച്ചേക്കാം. നമുക്ക് ഇവിടുന്ന് ആ റൈറ്റ് എടുത്തിട്ട് മെയിൻ വഴിയിലേക്ക് കയറാം. അതായിരിക്കും നല്ലത്. ഗൂസ് ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോ പുനെ FM ട്രാൻസ്മിറ്റർ. ഓക്കെ, അതാണ് ഈ സംഭവം. ശരി, അവിടെയൊക്കെയാണ് കുറേ കടകളുള്ളത്.
നമ്മൾ കയറിയത് വേറെ വഴിയായിരുന്നു. നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ വേറെ വഴി ഇറങ്ങാം. ഇവിടെ ഇറങ്ങാൻ പറ്റും, പക്ഷെ എന്താ ആരും ഇറങ്ങാത്തേ? ഗുയ്സ്, ആ വഴിയും അത്ര സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല. ഭയങ്കര മുള്ള് എൻ്റെ മേലൊക്കെ കൊണ്ട് കയറുന്നു. നമുക്ക് കുറച്ച് ദൂരം തിരിച്ചു കിടന്നിട്ടേ നോർമൽ ആ ഒരു ട്രക്കിംഗ് റൂട്ടിലേക്ക് തന്നെ കയറാം. ഇവിടുന്ന് ആ ഒരു കടകളൊക്കെ ഉണ്ടല്ലേ, അവിടെ നിന്ന് താഴേക്ക് നല്ല ഇതേപോലെ കല്ലിട്ട വഴികളുണ്ട്, അവിടെ തന്നെ പോകാൻ നല്ലത്. ഗുയ്സ്, നമ്മൾ നടന്നിട്ട് ഒരു മെയിൻ ഗേറ്റിൻ്റെ അവിടെ എത്തിട്ടോ. ഇവിടുന്ന് ഞാൻ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഒരു പാർക്കിങ്ങിലേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ശ്രീനഗർ ആ ഒരു ഫോർട്ടിൻ്റെ പാർക്കിംഗ് ഏരിയയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. ഞാൻ 9 മണിക്ക് മുമ്പായിട്ട് കയറാൻ തുടങ്ങിയതാണ്. ഒരു 3 മണിക്കൂർ 3-3.5 മണിക്കൂറൊക്കെ മതി കണ്ടു തീർത്തിറങ്ങാനായിട്ട്. എപ്പോഴും പക്ഷേ കുറച്ചൊരു കൂടുതൽ സമയം കയ്യിൽ കരുതുക. കാരണം മുകളിൽ ഇരുന്ന് റിലാക്സ് ചെയ്ത് നിങ്ങൾ കൂടെ ആരെങ്കിലും ഉണ്ടാവില്ല, അപ്പോൾ സംസാരിച്ച് പതുക്കെയൊക്കെ ട്രാവൽ ചെയ്താൽ മതി. ധൃതി പിടിച്ച് കണ്ടു തീർത്തിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 മണിക്കൂറോ 5 മണിക്കൂറൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് മാറ്റി ഹാഫ് ഡേ മതിയാവും. എപ്പോഴും ഏർലി മോർണിംഗ് വരാൻ ശ്രദ്ധിക്കുക. അതായത് ഒരു 6 മണി 6:30 സമയത്ത് ഇവിടെ എത്താൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 10:30-11 സമയത്ത് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ആ ഒരു വെയിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. അത് ഭയങ്കര നല്ലൊരു കാര്യമായിരിക്കും. ഞാൻ വന്നത് ഇച്ചിരി ലേറ്റായിട്ടായതുകൊണ്ട് എനിക്ക് ആ ഒരു വെയിൽ മൊത്തം കൊള്ളേണ്ടി വന്നു. പൂനെയിൽ ഞാൻ 2 ദിവസം കൊണ്ട് എന്തായാലും ഉണ്ടാവും. ഒരു ക്യാമ്പിങ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഒരു ടോണ ഫോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾക്ക് ഇനി പോകാനുണ്ട്. അപ്പോൾ അതിലടുത്ത വീഡിയോസിലുണ്ടാവും. ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞാലും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ഇടുമ്പോൾ കാണാൻ ശ്രമിക്കുക. വിശന്നിട്ടും നല്ല തളർച്ചയുണ്ട് കേട്ടോ, അതുകൊണ്ട് ഒരു എനർജി കുറവുണ്ടാവുക. അപ്പോൾ ഓക്കെ, ബൈ.